الذين ظلموا بعذاب بائس بما كانوا يفسقون. അങ്ങനെ ഒരു വിഭാഗം അല്ലാഹുവിനെ കളിയാക്കി, ഒരു വിഭാഗം ധിക്കരിച്ചു, ശനിയാഴ്ച ദിവസത്തെ ജുമുഅ ബാത്തിലാക്കി യാത്ര പോയി. ഒരു ഭാഗം ജൂതന്മാർ, നല്ല ജൂതന്മാർ നബിയുടെ പിന്നിൽ അണിനിരന്നു പോയി. ആ അണിനിരന്ന ജൂതന്മാരെ മാത്രം മാറ്റി നിർത്തി ബാക്കിയുള്ള ജൂതന്മാരെ എല്ലാം വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫലമ്മാ അതൗ അമ്മാനഹു അൻഹും ഖുൽനാ ലഹും കൂനൂ ഖിർദതൻ ഖാസിഈൻ. ആ ജൂതന്മാരെ എല്ലാം അല്ലാഹു കുരങ്ങന്മാരായ, നിന്യന്മാരായ കുരങ്ങന്മാരായ അല്ലാഹു മാറ്റിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. ഇന്ന് കാണുന്ന കുരങ്ങന്മാരുടെ പല പൂർവികരും ഈ ജൂതന്മാരാകുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ജൂത വിഭാഗത്തിൽ നന്മകളുള്ള ആൾക്കാരും ഉണ്ട്, തീവ്രമായ ആളുകളും ഉണ്ട്, പ്രവാചകൻ രൂപത്തിലും ഉണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാം, ആ ദാവൂദ് നബിയുടെ മക്ബറ ഉള്ളത് ഇസ്രായേലാണ്. ആ ഇസ്രായേലിക്കുന്നത് ജൂതന്മാരുടെ കയ്യിലാണ് ആ മക്ബറ ഉള്ളത്. നമുക്കവിടെ പോയി സിയാറത്ത് ചെയ്യാൻ പറ്റും. ആ ജൂതന്മാർ നല്ല ജൂതന്മാരാണ്. എന്ന് വെച്ചാൽ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അതേപോലെ പ്രവാചകന് തുല്യമായ ഒരു പദവി കൊടുത്തുകൊണ്ട് വിശ്വസിക്കുന്ന ഇന്നത്തെ ജൂതന്മാർ. അന്നത്തെ ജൂതന്മാർ അങ്ങനെയല്ല, അതൊരു സമൂഹമാണ്. ബനൂ ഇസ്രായേൽ എന്നൊരു സമൂഹമായിരുന്നു. അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, അവർ വിശ്വാസികളാണ്. ഇന്നത്തെ ജൂതന്മാർ അങ്ങനെയല്ലല്ലോ. അല്ലാഹുവിനെ വിശ്വസിക്കാതെ പ്രവാചകനിൽ മാത്രം വിശ്വസിച്ചു പോകുന്നവരാണ് അവർ. ആ രൂപത്തിലാണ് ഇന്നത്തെ ജൂതന്മാർ മാറിയത്. എന്നിരുന്നാലും ഈ ലോകത്ത് സമാധാനം മാത്രം നമുക്ക് ലക്ഷ്യമാക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യുദ്ധങ്ങൾ ലോകത്തുണ്ടാവുമ്പോൾ നമുക്ക് വേണ്ട പ്രാർത്ഥന നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവണം. ആ പ്രാർത്ഥനയുടെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രാജ്യത്ത്, ലോകത്ത് സമാധാനം കാത്തു സൂക്ഷിക്കണം. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. ലോകത്ത് സമാധാനം മാത്രം ആഗ്രഹിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നെങ്കിൽ ആ പ്രവാചകൻ അനുയായികളാണ് നമ്മൾ. എന്നാൽ ആ നമ്മളെയാണ് ഇന്ന് തീവ്രവാദത്തിന്റെ പേരിൽ, ഭീകരവാദത്തിന്റെ പേരിൽ അധിക്ഷേപനവും ഇല്ലായ്മ പറയും ചെയ്യുന്ന സമൂഹം. കാരണം അങ്ങനെയാണ് ശത്രുക്കളുടെ വലിഞ്ഞു മുറുക്കത്തിന്റെ ഉള്ളിൽ ഇസ്ലാം നെരിഞ്ഞമരുമെന്ന് അവർ വിചാരിച്ചാൽ, ഈ ശത്രുക്കളുടെ വലിഞ്ഞു മുറുക്കത്തിന് മുമ്പിൽ ഇസ്ലാം വടർന്ന് പന്തലിക്കുകയാണ് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ചെയ്യുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സമാധാനം നിലനിർത്തുമാറാകട്ടെ. അക്രമങ്ങൾ അവസാനിപ്പിച്ച് ശാന്തി ഉണ്ടാകുമാറാകട്ടെ. സാധാരണ ജനങ്ങളടക്കം ഉപദ്രവിക്കപ്പെടുന്ന, വിഷമിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. ലോക രാജ്യങ്ങൾക്ക് അല്ലാഹു നല്ല ബുദ്ധികൾ കൊടുക്കുമാറാകട്ടെ. ഇമാം മഹ്ദി ഇമാമിന്റെ ആ വലിയൊരു ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട്, ഖിയാമത്ത് നാളിനെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇനി നമ്മൾ പോകേണ്ടത്. ഹിജ്റ വർഷം അവസാനിച്ചു, അടുത്ത വെള്ളിയാഴ്ച പുതിയതാണ്. ഇത് ഈ വർഷത്തെ അവസാനത്തെ ജുമയാണ്, അവസാനിക്കുകയാണ്. ഇനി പുതിയ വർഷമാണ്. ഒരു വർഷം പിരിയുമ്പോൾ, വർഷം അടുത്ത വർഷത്തിൽ കടക്കുമ്പോൾ, ഒരു വർഷം അവസാനിക്കുകയാണ്. ദൂരം, ഖിയാമത്ത് നാളിന്റെ ദൂരം അടുത്തു വരികയാണ്. ഈ ചിന്ത നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. വിശുദ്ധമായ ഖുർആൻ ചോദിച്ചതാണ്, നാളേക്ക് വേണ്ടി, നാളെ ഖബറിൽ പോയി കിടക്കുമ്പോൾ നീ എന്തുണ്ടാക്കിയെന്ന് ചിന്തിക്കണം. ബാങ്ക് ബാലൻസ് ഉണ്ട്, കാറുണ്ട്, വീടുണ്ട്, വണ്ടിയുണ്ട്, മക്കളുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഭാര്യമാരുണ്ട്, എല്ലാം ഉണ്ട്. അത് ഇന്ന് മാത്രമാണ്. നാളെ നീ മരിച്ചു കഴിഞ്ഞാൽ ആ ഖബറിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് നീ ചിന്തിക്കേണ്ട സമയമാണ് ഈ അവസാന സമയം, ഈ വർഷത്തിന്റെ അവസാന സമയം. അതുകൊണ്ട് ഈ ആയത്ത് ഹൃദയത്തിൽ ചേർത്തെഴുതിക്കോളി. നാളത്തേക്ക് വേണ്ടി എന്ത് ചെയ്തു, ഖബറിൽ പോയി കിടക്കുമ്പോൾ എന്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഷോപ്പിംഗ് മാളിലേക്ക് കടന്നു പോകുമ്പോൾ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ബാങ്കിൽ ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് പേടിക്കാതെ തന്നെ എവിടെയും ഏത് ഷോപ്പിംഗ് മാളിൽ പോയി എത്ര വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. എന്ത്, കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, ബാങ്കിൽ ബാലൻസ് ഉണ്ടല്ലോ. ആ ഒരു ധൈര്യം നമുക്കില്ലേ? അതുകൊണ്ട് ഭാര്യ വിളിച്ചാൽ എവിടെയും പോവാം, ഏത് ഷോപ്പിംഗ് മാളിലും കയറി ചെല്ലാം, എത്ര മണിക്കൂറും പർച്ചേസ് ചെയ്യാം. കാരണം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പേടിക്കണ്ട. ഇതേ ധൈര്യത്തോടു കൂടി നാളെ മരിക്കാൻ തയ്യാറുണ്ടോ? ഇതേ ധൈര്യത്തോടു കൂടി ഖബറിൽ പോയി കിടക്കാൻ തയ്യാറുണ്ടോ? എന്നാൽ നമ്മൾ വിജയിച്ചു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.